മ്യൂസിക് തെറാപ്പിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. എന്താണ് അങ്ങനെ ഒരു അതിലേക്ക് പോകാനുള്ളൊരു കാരണം? ഞാൻ സംഗീതത്തിൽ മുഴുകി നിൽക്കുന്ന ആളാണ് ആദ്യം മുതലൊക്കെ, കുട്ടിക്കാലം മുതലൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പഠനം എന്ന് പറയുന്നത്, സംഗീതം ആസ്വദിക്കുന്നവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്നവർക്ക് വേണ്ടിയോ മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല വേദനിക്കുന്നവർക്ക് വേണ്ടിയാണ് പാടുന്നതെന്നാണ് എൻ്റെ. കാരണം അവരാണ് ആഗ്രഹിക്കുന്നവർ, സംഗീതം ആഗ്രഹിക്കുന്നവരാണ്, ആവശ്യപ്പെടുന്നവരാണ്. പലപ്പോഴും വലിയ വലിയ പാട്ടുകാരെന്നവർക്ക് അവർക്ക് കാണാൻ പറ്റാറില്ല. ദാസേട്ടന് ഇപ്പുറത്ത് കച്ചേരി നടത്തിപ്പോയാൽ ഹോസ്പിറ്റലിൽ ഒരാൾക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു അവർക്ക് വേണ്ടി പാടണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതേപോലെ അച്ഛൻ അങ്ങനെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനെ അസുഖമായി. അപ്പോൾ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, നീ എന്തെങ്കിലും പാടണമെന്ന് പറയും. അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സാന്ത്വനിപ്പിക്കുന്നൊരു സാധനമാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി എൻ്റെ കുട്ടിക്കാലത്ത്. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടോ? കാരണം ഒരുപാട് അനുഭവം. രോഗികളുടെ ഒന്ന് പ്രത്യക്ഷത്തിലുള്ള സംഭവം, ഈ അടുത്ത കാലത്ത് തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ കഴുത്തിൽ കയറ് കുടുങ്ങി പോയിട്ട് മരിച്ച പോലെയായി പോയി. അങ്ങ് വീണു ആ കുട്ടി. എന്നിട്ട് പിന്നെ ഈ വെജിറ്റബിൾ പോലെയായി എന്നാണ് ഹോസ്പിറ്റലിൽ പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയി കിടന്ന ഒരു 5 ദിവസം അവിടെ ഒരു ബോധമില്ലാതെ, ഒന്നും മനസ്സിലാവാതെ, ഭക്ഷണം കഴിക്കാതെ വെറുതെ ഇങ്ങനെ കിടന്ന കുട്ടിക്ക് ഈ ഡോക്ടർ വേറെ ഒന്നും നിർത്തിയില്ലാത്തതുകൊണ്ട് ഡോക്ടർ ചോദിച്ചു, ഈ കുട്ടിക്ക് എന്നെ അറിയിച്ചിരുന്നു, ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പാട്ട്, അന്ന് തൃക്കുന്നപ്പുഴ ആയതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്താണല്ലോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്നുള്ള പാട്ടാണ് ആ കുട്ടിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് ഒരു 5 10 റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു CD പ്ലെയറിൽ അത് ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ കുട്ടിയെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. വെറുതെ കേട്ടിരുന്നില്ല, വെച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടി കണ്ണു തുറന്നു. വേറെ ഒന്നുമില്ല, അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടി കേൾപ്പിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ആ കുട്ടിയെ ഞാൻ പോയി കണ്ടു. ഇത് മാറിയിട്ടതിന് ശേഷം അവിടെ സ്കൂളിൽ പോയി തുടങ്ങി. അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ തീർച്ചയായിട്ടും വേറെ ഒന്നുമല്ല, ഈ പാട്ടിൻ്റെ സാന്ത്വനം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ബോധം കിട്ടി. ദീപുവിൻ്റെ പാട്ടുകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്ത ദീപു പാടിയൊരു പാട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ വാസ്തവത്തിൽ ഞാൻ എഴുതുമ്പോൾ എൻ്റെ നാട്ടിലെ കുളവോ അല്ലെങ്കിൽ എൻ്റെ ഇല്ലത്തെ കുളവോ അല്ലെങ്കിൽ തൊട്ട അയൽവക്കത്തെ മാവോ മാത്രമല്ല, ഈ പാട്ട് ശരിക്ക് ആറന്മുള കണ്ണനെ പറ്റിയാണ്. ഒന്ന് പാടുവാനെ. തിരുവോണത്തോണി പൊന്നും തോണി, ആറന്മുള കണ്ണന്റെ പൊന്നും തോണി, പമ്പയിലെ മീൻപടയെ തൊട്ടുതലോടി, നല്ലരിയും കോപ്പുമായി പായും തോണി, കുചേലവൃത്തം പാടും തോണി, കലാശവട്ടം തുള്ളും തോണി. അച്ഛൻ എഴുതിയതിൽ ദീപുവിന് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? എത്രയോ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെടുത്തിയ വരവേൽപ്പിൽ വെള്ളാരപ്പൂമല വരെ പറയാം. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി, മുയിലാരപ്പട്ട് ചുറ്റി, ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി, മുയിലാരപ്പട്ട് ചുറ്റി, ഓണത്താറാടി വരുന്നേ. എല്ലാ പാട്ടുകളിലും എൻ്റെ എന്തെങ്കിലും അനുഭവം ഇല്ലാതെ എനിക്ക് എഴുതാൻ പറ്റാറില്ല. അതുകൊണ്ട് എൻ്റെ നാട് എൻ്റെ പാട്ടിലുണ്ടാവും. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാടാണ്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് അന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓണസദ്യയാണ്, രുചികരമായ സദ്യ. ഒരു എളിയ തോതിലുള്ള സദ്യ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ആകാശപ്പൂമുടി ചൂടി, മുകിലാരപ്പട്ട് ചുറ്റി, ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂമുടി ചൂടി, മുകിലാരപ്പട്ട് ചുറ്റി, ഓണത്താറാടി വരുന്നേ
വളരെ സ്നേഹവസന്തത്തിൻ്റെ ഈ കാലം ഈ കുടുംബത്തിൻ്റെ മുത്തശ്ശൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരുടെയും പേരിൽ എൻ്റെ സ്നേഹം മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും പങ്കിടുന്നു, വളരെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം.